ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബാംഗ്ലൂർ മല്ലു കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ പോക്ക് വേറെ എവിടെയുമല്ല, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 4th ഇയർ ഓഫ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടിയാണ് പോകുന്നത്. നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എന്താ പറഞ്ഞാൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങി തിരിച്ച് പോവുകയാണ്. അങ്ങനെ ആ സ്ഥലത്തോട്ട് എത്തി. രണ്ടുപേരും കേക്കൊക്കെ മുറിച്ചു. അടിപൊളിയായിരുന്നു. അവിടുത്തെ സെറ്റപ്പ് ആണെങ്കിലും ശരി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേ കളറിലാണ് കേട്ടോ എല്ലാം സെറ്റപ്പ് ചെയ്തത്. കേക്കാണെങ്കിലും അടിപൊളിയായിരുന്നു. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു എക്സൈറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് എല്ലാ ഇയറും നമുക്ക് ആ ഒരു ഡേ ഭയങ്കര സ്പെഷ്യലാണല്ലോ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ സ്പെഷ്യലാണ് ആ ഒരു ഡേ. ബിക്കോസ് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ നമുക്ക് ആ ഒരു ഇത് കിട്ടിയത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടുത്തെ സെലിബ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയിലാണ് നമ്മൾ നമ്മുടെ ബോഗൻവില്ല കണ്ടത്. അത് കണ്ട ഒരിക്കലും നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റാതെ വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയി. ഒരു 4 മണിയൊക്കെ ആയി, നല്ല വിശപ്പായിരുന്നു. ആദ്യം പോയ കടയിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഊണ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. 4 മണി ആയതുകൊണ്ട് ഫുഡ് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതും നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ഊണ് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാ സാധനവും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ രണ്ടുപേരും മീൻ അല്ലെങ്കിൽ ചിക്കന്, ബീഫ്, ഇത് മൂന്നും നമുക്ക് മസ്റ്റാണല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം മീൻ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഷെയറൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ പോയത് ഒരു ബൗള് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പെറ്റ്സിൻ്റെ ഷോപ്പിലോട്ടാണ് പോയത്. അവിടെ പോയപ്പോൾ എന്ത് ഭംഗിയാണ് ഓരോന്നിനെ കാണാൻ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടാറ്റാ, ബൈ ബൈ.